അന്വജാനം തതസർവേ ഗ്രഹം സോമസ്യ ചാശിനോ വിഷജാവിധയത്പൂർവം സോമഹോത്യാബഹിഷ്കൃതോ ഉത്താനബിർഹിരാനർത്ഥോ ഭൂരിഷേണ ഗിരിത്രയ ശര്യാധേരഭവൻ പുത്ര ആനർത്താൽ ദേവതോഭവത്. അപ്പോൾ അവിടെ ഉടനെ തന്നെ ഇന്ദ്രൻ മനസ്സുകൊണ്ട് ശൗന മഹർഷിയെ നമസ്കരിച്ചു. പറഞ്ഞു, എന്ത് വേണമെങ്കിൽ അങ്ങക്ക് തരാം, എൻ്റെ കൈ ഒന്ന് താത്തിയാൽ മതി, എൻ്റെ കൈ ഒന്ന് നേരാവണ്ണം വീശി നടക്കാൻ ഞാൻ അനുവദിച്ചാൽ മതി. അങ്ങനെ ശവന മഹർഷിയോട് കോപിച്ചതായി ഇന്ദ്രൻ്റെ എല്ലാ കോപവും പോയി ശവന മഹർഷിയുടെ പാദങ്ങളിൽ വീഴുന്നുള്ള നിലയായപ്പോൾ ശവന മഹർഷി പറഞ്ഞു, എന്നാ ഇന്ദ്ര കൈ വീശി നടന്നോളൂ. അങ്ങനെ ഇന്ദ്രൻ തൻ്റെ കയ്യ് മുക്കുറമാക്കി അശ്വനി ദേവന്മാരുടേതായിട്ടുള്ള ആ യജ്ഞം അവർക്ക് കൊടുക്കാം എന്നുള്ള കാര്യം ഇന്ദ്രൻ സമ്മതിച്ചു എന്നാണ്. പറഞ്ഞ കാരണം എന്താ? ഇന്ദ്രൻ അധികാരത്തിൻ്റെ തലമാണ്, അധികാരത്തിൻ്റെ ദേവതയാണ്. ഈ പറഞ്ഞ ശവന മഹർഷി അറിവിൻ്റെ തലമാണ്. അപ്പോൾ അറിവും അധികാരവും കൂടി ഏറ്റുമുട്ടിയാൽ ഈ അറിവിനെ വിജയമുണ്ടാവുള്ളൂ എന്നൊരു വസ്തുതയാണ് അവിടെ പറഞ്ഞത്. പിന്നീട് അത് ശര്യാദിയുടേതായിട്ടുള്ള സുകന്യയുടേതായിട്ടുള്ള ആ കഥാഭാഗം അങ്ങനെ അവിടെ സമർപ്പിച്ച് പുതിയ ഒരു തലത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇവിടെ എന്തേ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ വളരെ മനോഹരമാണ്. സുകന്യ രാജകുമാരിയായിരുന്നു, പക്ഷേ ഒരു പ്രത്യേക സ്ഥലത്ത് പെട്ടുപോയി. എന്താ അത്? തനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഏറ്റവും വിരുദ്ധമായൊരു ചുറ്റുപാടിൽ. അപ്പോൾ ഏറ്റവും വിരുദ്ധമായ അങ്ങനെ ഒരു ചുറ്റുപാട് പെട്ടിട്ട് പോലും സുകന്യ കുറച്ച് സമയം കൊണ്ട് തനിക്ക് വിരുദ്ധമായ ചുറ്റുപാടിനെ തനിക്ക് സഹായകമായതായിട്ട് മാറ്റി. ഈ ശവന മഹർഷികളിൽ നിന്ന് സുകന്യയ്ക്ക് പിന്നീട് യൗവനം ഏത് കാലത്തും നിലനിർത്തുന്നതായിട്ടുള്ള രഹസ്യം നമ്മളൊക്കെ എന്താ ശവനപ്രാശം എന്നൊക്കെ പറയുമല്ലോ. അതിൻ്റെ രഹസ്യമൊക്കെ ശവനപ്രാശത്തിൽ ഏറ്റവും പ്രധാന ഭാഗം മന്ത്രമാണ്. ആദ്യം മന്ത്രം പോയി, പിന്നെ അതിൽ ഏറ്റവും പ്രധാന ഭാഗം നെല്ലിക്കയാണ്, അതും പോയി. ഇപ്പോൾ എന്തുകൊണ്ട് ആൾക്ക് മാത്രമുണ്ട് ശവനപ്രാശം എന്ന് എഴുത്തുമുണ്ട്. കാരണം എത്രയോ നെല്ലിക്ക ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. ഒരു ദിവസമൊക്കെ എത്ര എണ്ണ, അപ്പോൾ അതൊക്കെ പണ്ടത്തെ പോലെയല്ല. പക്ഷേ എങ്കിലും ഇതിൻ്റേതായ മന്ത്രമുണ്ട്. ശവന മഹർഷിയുടേതായിട്ടുള്ള ശവനപ്രാശം കഴിക്കുന്ന സമയത്ത് അതിൻ്റെ മന്ത്രമുണ്ട്. പിന്നെയാണ് ഇതിൻ്റെ കൂട്ട്. അങ്ങനെയുള്ള യൗവനം എന്ന് നിലനിർത്താനുള്ളതായിട്ടുള്ള വിദ്യ ഈ ശവന മഹർഷിയിൽ നിന്ന് ഈ പറഞ്ഞ സുകന്യ നേടിയെടുത്തു എന്നാണ്. അപ്പോൾ പറഞ്ഞ വസ്തുത ഇത് സുകന്യയുടെ ഒരു ചരിത്രം എന്ന് പറയുകയല്ല. നമ്മുടെ ജീവിതത്തിലും നമുക്ക് വളരെ വിരുദ്ധമായിട്ട് വരുന്ന ഓരോ കാലഘട്ടങ്ങളുള്ളപ്പോഴും അതിനെ നമുക്ക് സമൃദ്ധമായിട്ടുള്ളൊരു കാലഘട്ടമാക്കാൻ സാധിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ. പെട്ടെന്ന് നോട്ട് ജസ്റ്റ് റിയാക്ട്, എന്തെങ്കിലും ചെയ്യല്ല, ഒന്ന് ശാന്തമായിട്ട് ക്ഷമയായിട്ട് നോക്കിയാൽ ആ തകരുന്ന തകർച്ചയിൽ വളരുന്ന ഒരു വസ്തുത കാണാനായിട്ട് നമുക്ക് പറ്റുന്ന. അങ്ങനെയാണത്ര ലോകത്തിൻ്റെ സ്ഥിതി തന്നെ. പല ഇതുകളും നമ്മൾ കേൾക്കാറുണ്ടല്ലോ, തകർന്നു എന്ന് കരുതും, പക്ഷേ അയാൾ ഫെനിക്സ് എന്ന പക്ഷിയൊക്കെ പറന്നുപോയി എന്നൊക്കെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പറയണത് പോലെ. ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. എവിടെയൊക്കെ നമുക്ക് പറ്റാത്ത വിരുദ്ധമായൊരു ചുറ്റുപാട് വരുമ്പോൾ അവിടെ എന്താ നമുക്ക് നല്ലത്, അതിൽ വാട്ട് ഈസ് ദ റൈറ്റ് മെസ്സേജ്, സന്ദേശം എന്താണതെന്ന് അത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണം എന്നൊരു വസ്തുതയുണ്ട്. ഉത്താനബിർഹിരാനർത്ഥോ ഭൂരിഷേണ യിരിത്രയ ശര്യാദേരഭവൻ പുത്ര ആനർത്താൽ രേവധോഭവൻ. പിന്നെ നേരെ വ്യത്യസ്തമായൊരു കാര്യം പറയണം. ആനർത്തൻ എന്ന് പറഞ്ഞതായിട്ടുള്ള ശര്യാദി മഹാരാജാവിൻ്റെ കന്യയുടെ ശരീരം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, അവരുടെ പുത്രന്മാരിലായിക്കൊണ്ട് ഉത്താനബിർഹിസ ആനർത്തൻ ഭൂരിഷേണ, ഇങ്ങനെ 3 പേരുണ്ടായിരുന്നു. അതിൽ ഈ ആനർത്തൻ്റെ പുത്രനാണ് രേവതൻ. സ്വാന്ദ്രസമുദ്രേ നഗരിം വിനിർമായ കുശസ്ഥലിം ആസ്ഥിതോ ഭുക്ത വിഷയാനർത്ഥീനന്ദമ. അവിടെ ഈ രേവതൻ പറഞ്ഞ ഈ വ്യക്തി സമുദ്രമധ്യത്തിൽ ചെന്നിട്ട് ഒരു കുശസ്ഥലി എന്ന പേരുള്ളതായ ഒരു നഗരം, അതാണത്ര പിന്നീട് ദ്വാരകയായിട്ട് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ആനർത്ഥം മുതലായ രാജ്യങ്ങളിൽ നിന്നുള്ള ഐശ്വര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഈ രേവതൻ ആ സമുദ്രമധ്യത്തിൽ അങ്ങനെ ആ രാജ്യം ദ്വാരക ഉണ്ടാക്കി അവിടെ അങ്ങനെ കഴിഞ്ഞു. തസ്യ പുത്രശതം ജജ്ഞേ കകുദ്ഭി ജ്യേഷ്ഠമുത്തമം കകുദ്ഭി രേവതീം കന്യാം സ്വമാദായ വിഭുംഗത. അദ്ദേഹത്തിന് പുത്രശതം 100 കണക്കിന് പുത്രന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കകുദ്ഭി ആയിരുന്നു ഏറ്റവും മുതിർന്നവൻ. ആ കകുദ്ഭിക്കൊരു പുത്രി ഉണ്ടായിരുന്നു. പുത്രിയുടെ പേരാണ് രേവതി. അപ്പോൾ ഈ കകുദ്ഭി വലിയ ചിന്താശീലനൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം കരുതി തൻ്റെ പുത്രിയെ ആർക്ക് കൊടുക്കും, ലോകത്തിലെ ഏറ്റവും കേവലമായിട്ടുള്ള കൊടുക്കണം. അത് ഇവിടുന്ന് അറിയാം. അപ്പോൾ അദ്ദേഹം നേരെ ബ്രഹ്മലോകത്തിലേക്ക് ചെന്നു. പുത്രിയും കൂട്ടിക്കൊണ്ട് ബ്രഹ്മൻ്റെ ലോകത്തിൽ ചെന്ന് ബ്രഹ്മാവിനെ കണ്ട് ചോദിക്കാൻ ആരാണ് ഏറ്റവും കേവലെന്ന് ചോദിക്കാൻ വേണ്ടി ചെന്നതാണ്. അങ്ങനെ ബ്രഹ്മലോകത്തിൽ ചെന്നു. തദന്ത ആദ്യമാനമ്യാ സ്വാഭിപ്രായം നിവേദയൽ തശ്രുത്വാ ഭഗവാൻ ബ്രഹ്മ പ്രകസ്യത്തമുവാച. അങ്ങനെ രേവതിയായിട്ട് കകുദ്മി അവിടെ ചെന്ന സമയത്ത് അവിടെ നൃത്തനൃത്യങ്ങളൊക്കെ നടക്കുന്ന ബ്രഹ്മസഭയിൽ അത് കുറച്ച് സമയമൊന്ന് കണ്ടു. എന്നിട്ട് ചെന്ന് ബ്രഹ്മാവിനോട് ചെന്ന് താൻ വന്ന വസ്തുതയൊക്കെ പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് അവിടെ പറഞ്ഞു, അഹോരാജന്യരുദ്ധാസ്തേ കാലേന ഹൃദയേ കൃതാ തത്പുത്രപൗത്രനുതൃണ്ണാം ഗോത്രാണി ജാനുഷന്മഹേ.
ഈ കകുദ്മി അങ്ങ് ഇവിടെ വന്നിട്ട് കാലം എത്രയെന്നാണ് എഴുതിയത്, അങ്ങ് ഇവിടെ വന്നൊരു പാട്ട് കേട്ടു ഞങ്ങളുടെ സദസ്സിലെന്ന് പറയുമ്പോഴേക്കും ഇവിടെ ഒരു പാട്ട് പാടുന്ന കാലം കൊണ്ട് അവിടെ ഒരു യുഗം ഭൂമിയിൽ കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങയുടെ കാലത്തുള്ള ആളുകൾ ആരും പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാവില്ല, ഒക്കെ പോയി. ഒരു യുഗത്തിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അത്രയും വ്യത്യാസമാണ് ഈ സമയങ്ങളുടെ ഗണനയിൽ ഓരോ പ്രത്യേക ലോകങ്ങളില്ല. മനുഷ്യൻ്റെ രീതിയിലുള്ള സമയഗണനയല്ല സ്വർഗത്തിൽ, അതിൻ്റെ രീതിയല്ല ദേവലോകത്തിൽ. അതുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ഈ കകുദ്മി അങ്ങ് തിരിച്ചു ചെന്നാൽ ഭൂമി ആകെ മാറി, കാലം മാറി, ഒരു യുഗം തന്നെ കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ അവിടെ ഉള്ള ഒരു വ്യക്തിയാണ് ബലരാമൻ, ഉള്ളവരിൽ വെച്ച് ഏറ്റവും ശക്തൻ. അദ്ദേഹത്തിന് കൊണ്ട് ചെന്ന് വിവാഹം കഴിച്ചു കൊടുത്തുള്ളൂ. വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്നായി. വേഗം പോകണം ഇവിടുന്ന്, ഇവിടെ ഇനി നിന്നാൽ ഇനി അതും മാറും എന്ന് പറഞ്ഞു. അതോടുകൂടി പെട്ടെന്ന് തന്നെ ഈ പുത്രിയുടെ കൈയൊക്കെ പിടിച്ച് ഈ കകുദ്മി അവിടുന്ന് ഓടി ഇവിടെ എത്തി. കാലോപിയാതൃണവ ചതുർയുഗ വികൽപ്പിത തദ്ഗച്ഛ ദേവദേവാംശോ ബലദേവോ മഹാബല കന്യാരത്നമിതം രാജൻ നരരത്നായ ദേഹിപോ. 27 ചതുർയുഗ കാലം അപ്പോഴേക്കും കഴിഞ്ഞിരുന്നു എന്നാണ്. അങ്ങനെ 27 ചതുർയുഗം കകുദ്മി ഇവിടുന്ന് പോയിട്ട് 27 ചതുർയുഗം കഴിയുമ്പോഴേക്കാണ് തിരിച്ചെത്തിയത്. അപ്പം അവിടെയുള്ള പ്രധാനി ബലരാമസ്വാമിയായിരുന്നു. ഭുവോ ഭാരാവതാരായ ഭഗവാൻ ഭൂതപാവന അവതീർണോ നിജാംശേന പുണ്യശ്രവണകീർത്തന. ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒക്കെ ജന്മമുണ്ടായി കഴിഞ്ഞിരിക്കണു, ബലരാമസ്വാമിയൊക്കെ വിവാഹപ്രായമായി നിൽക്കണു. ഇത്യാദിഷ്ടോഭിബന്ധ്യാച നൃപസ്വപുരമാഗത തെക്തം പുണ്യജനത്രാസ ഭ്രാതുപിർദീക്ഷവസ്ഥിതൈ. അങ്ങനെ പിന്നീട് ഈ തൻ്റെ പുത്രിയായിട്ടുള്ള രേവതിയെ ബലരാമസ്വാമിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. സുതാം ദത്വാനവധ്യാംഗിം ബലായ ബലശാലിനെ ബദര്യാക്കങ്കതോ രാജം തപ്തും നാരായണാശ്രമം. അങ്ങനെ കകുദ്മി തൻ്റെ പുത്രിയായിട്ടുള്ള ആ രേവതിയെ ഈ പറഞ്ഞതായിട്ടുള്ള ബലരാമസ്വാമിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. എന്നിട്ടോ ബദരീ വിശാൽ എന്നൊക്കെ പറയും, ബദരീനാഥത്തിലേക്ക് തപസ്സിനായിട്ട് ചെന്നു. കാരണം ഈ കകുദ്മിക്ക് വളരെ വ്യത്യാസമായി. എന്തുകൊണ്ട്? വേറൊരു ലോകത്തിൽ ചെന്നപ്പോൾ. അതാണ് ഇതിൻ്റെ മഹത്വം. നമ്മളും അങ്ങനെയാണ്. നമ്മൾ പുതിയ ലോകങ്ങൾ എന്ന് വെച്ചാൽ പുതിയ സ്ഥലങ്ങളെങ്കിലും ഇടയ്ക്ക്, അതിനാണ് തീർത്ഥയാത്ര എന്നൊക്കെ പറയുന്നത്. പുതിയ സ്ഥലങ്ങളൊക്കെ ചെന്ന് കാണുമ്പോഴാണ് വേറെ തരത്തിലുള്ള ആളുകളുണ്ട്, വേറെ തരത്തിലുള്ള ലോകമുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അല്ലെങ്കിൽ ഈ കുണ്ടിൽപ്പെട്ട തവള എന്ന് പറയും, കൂപമണ്ടൂകം, ഞാൻ ഇരിക്കണ തന്നെ കേമം, ഇനി ഇവിടെ ഒന്നുമില്ല, എന്നെ പോലെ ആരുമില്ല. അങ്ങനെ ആൾക്കാർ നടക്കുമ്പോൾ നോക്കിയാൽ മതി, മിണ്ടാനൊന്നും പോണ്ട. അങ്ങനെ ആൾക്കാർ അതിഥി നടക്കുമ്പോൾ അവർ നമ്മളെ നോക്കുമ്പോൾ അവരുടെ കണ്ണിലേക്ക് നോക്കിയാൽ അവരിലൊരു ഭാവമുണ്ട്, എന്നെ പോലെ ലോകത്തിൽ ആരുമില്ല. ഒരു വിവരം ഉണ്ടാവില്ല, പക്ഷേ അയാളുടെ വിവരം എന്നെ പോലെ ആരുമില്ല എന്നാണ് പല സ്ഥലത്തും. അപ്പം അതുകൊണ്ട് എന്തു വേണം? തീർത്ഥയാത്രകൾ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് സ്വന്തം സ്ഥലത്തുനിന്ന് നാട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി പോയൊക്കെ ഒന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് മാത്രമല്ല, ഇതിലും വെച്ച് കേമമായിട്ട് എന്തൊക്കെയോ മഹത്തായിട്ടുള്ള പല വസ്തുത. അപ്പോൾ നമുക്ക് ആ ഈശ്വരൻ്റെ എന്താ പറയുക മനസ്സിലാവും, ആ വൈവിധ്യം മനസ്സിലാവും. ഈശ്വരൻ ഇത്രയും വൈവിധ്യമായിട്ട് ഒന്നിനൊന്ന് വ്യത്യസ്തമായ തലത്തിൽ എന്തൊക്കെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർത്ഥയാത്ര എപ്പോഴും ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ ഇത് പറഞ്ഞത്, തീർത്ഥയാത്രയ്ക്ക് പോവുക. ഇല്ലെങ്കിൽ എന്താവും? കുണ്ടിൽപ്പെട്ട തവള, ഒരു കിണറ്റിലൊരു തവള, ആ തവള അങ്ങനെ വിട്ടപ്പോൾ അതിനൊരു കുട്ടിക്ക് കുഞ്ഞു കുട്ടി തവളയുണ്ടായി. അപ്പോൾ ഈ കുട്ടി തവള എപ്പോഴും അമ്മത്തവള പിന്നിലല്ല. അപ്പോൾ ഒരിക്കൽ അമ്മത്തവളയോട് ചോദിച്ചു ഈ കുട്ടി തവള, അമ്മത്തവളെ ലോകത്തിൽ ആരെ ഏറ്റവും നല്ലത് ചോദിച്ചു. അമ്മത്തവള പറഞ്ഞു ഞാൻ തന്നെ. അതെന്താ അത് ചോദിച്ചു. ഈ അമ്മത്തവള ഈ കിണറ്റിൻ്റെ ഒരു ഭാഗത്ത് നീ നോക്കിക്കോ എന്നും പറഞ്ഞ് കിണറ്റിൻ്റെ ഒരു വെള്ളത്തിൽ താടിയിൽ ഒരു ഭാഗത്തുനിന്ന് ഒരൊറ്റ ചാട്ടം മറ്റേ ഭാഗത്ത്. എന്നിട്ട് പറഞ്ഞു നോക്ക്, ഈ ലോകം മുഴുവൻ ചാടിയില്ലേ ഞാൻ, ഈ ലോകം മുഴുവൻ ഒരു ചാട്ടം കൊണ്ടെത്താൻ പറ്റുന്ന ഞാൻ തന്നെയല്ലേ കേമൻ, എന്താ നീ പറയണത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി തവള പറഞ്ഞു തീർച്ചയായിട്ടും അമ്മ തന്നെ, കാരണം ഈ ലോകം മുഴുവൻ ചാടി ഒരു ലോകം മുഴുവൻ ചാടാൻ പറ്റും. അപ്പോഴാണ് ഒരു കർഷകൻ ആ വെള്ളം മുക്കാനായിക്കൊണ്ട് ഈ കിണറ്റിൽ ബക്കറ്റോ പാത്രമോ എന്തോ ഇട്ടു, ഈ കുഞ്ഞു തവളയിലേക്ക് ചാടി. കുഞ്ഞു തവളയിൽ ചാടി ആ കർഷകൻ വെള്ളം മേപ്പട്ടിക്ക് വലിക്കണ്ടപ്പോൾ ഈ അമ്മ തവളയ്ക്ക് സഹിച്ചില്ല, അമ്മ തവളയിലേക്ക് ചാടി. അങ്ങനെ ഈ കർഷകൻ മുകളിൽ വെള്ളം ആക്കി കണ്ടപ്പോൾ 2 തവളയുണ്ട്. അതിനെ ആ വെള്ളം എന്ന് പറഞ്ഞ് ദൂരത്തേക്ക് കൊണ്ട് ഒഴിച്ചു, ഈ 2 തവളയും. അതോടുകൂടി തവള കരക്കെത്തിയപ്പോഴേക്കാണ് ഈ കുഞ്ഞു തവള ഒരു കാഴ്ച കാണുന്ന അതേ ഒരു അളവാണ്. കുഞ്ഞു തവളയ്ക്ക് നോക്കിയപ്പോൾ എത്രയോ വലിയൊരു ജന്തു. ഉടനെ അമ്മത്തവളയോട് പറഞ്ഞു, അമ്മത്തവളയാണ് വലുതെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നോക്കൂ അത് എത്ര വലുതാ, അമ്മത്തവളയുടെ ഒരു 100 ഇരട്ടിയുണ്ട്. എന്താ അമ്മത്തവള ഇങ്ങനെ അമ്മത്തവള പറഞ്ഞു ഞാൻ തന്നെയാണ് വലുത്. അതെന്താ അങ്ങനെ, നീ ഇങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്കണ്ട, അങ്ങോട്ട് നോക്കിയിട്ടില്ലേ നമുക്ക് ഈ പ്രശ്നം, നീ എന്നെ നോക്കിക്കോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുഞ്ഞത്തവള നോക്കിയിട്ട് പറഞ്ഞു എന്നാലും അമ്മത്തവള വലുതല്ല, ഞാൻ വലുതാ അപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ അമ്മത്തവള ഇങ്ങോട്ടുള്ള ശ്വാസമൊക്കെ അകത്ത് ആവുന്നത്ര ഇങ്ങോട്ട് വലിച്ചൊന്ന് വലുതാവതൊട്ട് പൊട്ടി ചത്തുപോയി എന്നാണ്. അപ്പോൾ എന്താ പറഞ്ഞതിൻ്റെ കാര്യം? എന്തൊക്കെ ആയാലും എന്നെപ്പോലെ ആരുമില്ല, ഞാൻ തന്നെയാണ് വലുത്. അപ്പോൾ അതാണ് ഈ കകുദ്മിക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഒരു തിരിച്ചറിവുണ്ടായിരുന്നില്ല. ഇവിടുന്ന് പോകുമ്പോൾ ചിന്ത എന്തായിരുന്നു? ഈ ലോകത്തിലെ ഏറ്റവും കേമനായിട്ടുള്ളവൻ എൻ്റെ മകളെ ഞാൻ കൊടുത്തിരിക്കും, അങ്ങനെ ഞാൻ കാണിച്ചു തരാം എന്നുള്ളൊരു ഭാവമായിരുന്നു. അതുകൊണ്ട് ബ്രഹ്മലോകത്തിൽ ചെന്ന് അന്വേഷിക്കാൻ പോയത്. അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും ബ്രഹ്മലോകം കണ്ട് വന്നപ്പോൾ മനസ്സിലായി ഇതൊന്നും അല്ല,
ഇനി അവിടേക്ക് തന്നെ പോകാൻ നല്ലത്. അതുകൊണ്ടാണ് അദ്ദേഹം വേഗം തപസ്സിന് പോയി ഈ പുത്രയുടെ വിവാഹമൊക്കെ കഴിഞ്ഞപ്പോൾ. ഇങ്ങനെ മനോഹരമായിട്ടുള്ള കഥകൾ ഈ പറഞ്ഞതായിട്ടുള്ള സംസ്കൃതത്തിൽ ഓരോ കഥയും ഒന്നിനൊന്ന് നമ്മൾ മനുഷ്യർക്ക് ഉയരാനും വളരാനും ദുഃഖഹാനി സുഖാവാപ്തി എന്നാണ്. നമ്മുടെ ദുഃഖമില്ലാതെയാവാനും സന്തോഷം ഉണ്ടാവാനും ഉള്ള വസ്തുതകളൊക്കെ വളരെയധികം ചൂണ്ടിക്കാണിക്കുന്ന എന്ന വസ്തുതയാണ് അവിടെ പറഞ്ഞത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമൽ ഭാഗവത ഗംഗ എന്നാണ് ഈ സതുദ്യമത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗവത കഥാഗംഗയിൽ ഒന്ന് മുങ്ങാൻ ഒരവസരം തന്നതിന് ഞാൻ ആദ്യമായിട്ട് സജ്ജനങ്ങളോടും ഇത് സംഘടിപ്പിച്ചതായ സജ്ജനങ്ങളോടും ശ്രീ ഗുരുവായൂരപ്പനോടും സന്തോഷം അറിയിക്കട്ടെ. ആ പാദങ്ങളിൽ ഞാനൊന്ന് വീണ് നമസ്കരിക്കട്ടെ. നമ്മൾ കേട്ടു കഥാഗംഗയും തീർത്ഥഗംഗയും. അത് എപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ കാശി വിശ്വനാഥനാണ്. കാശിയിൽ തൊഴാൻ പോയവരൊക്കെ ചെയ്യണത് ആ ഗംഗാതീർത്ഥം കൊണ്ടുവന്ന് ഭഗവാന് ധാര ചെയ്യലാണ്, അഭിഷേകം ചെയ്യലാണ്. കാരണം മഹാദേവനെ ഏറ്റവും ഇഷ്ടമായത് അതാണ്, ഭഗവാന്റെ പാദഗംഗ കൊണ്ടുള്ള അഭിഷേകം. അതേമാതിരിയാണ് ശ്രീമൽ ഭാഗവത ഗംഗ. നമ്മൾ കേട്ടു പ്രചേതസ്സുകളോട് ഭഗവാൻ ശ്രീ മഹാദേവൻ പറയണതും അതാണ്. നമ്മൾ ഭാഗവതാനാം ച പ്രയാൻ അന്യോസ്തി കരിഹിജിൽ എന്നാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാന്നറിയോ കുട്ടികളെ? ഭഗവന്തം വാസുദേവം പ്രപന്ന സപ്രിയോഹിമേ എന്നാണ്. ആരാണോ ഭഗവാൻ ശ്രീ വാസുദേവനെ ശരണം പ്രാപിക്കണത്, ആശ്രയിക്കണത്, അവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് മഹാദേവൻ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭാഗവത ഗംഗ നമ്മളുടെ ഈ സതുദ്യമത്തിന് ഇത് വേണ്ട പോലെ ആവാൻ തീർച്ചയായിട്ടും ദക്ഷിണാമൂർത്തിയായിട്ടുള്ള മഹാദേവൻ്റെ അനുഗ്രഹമാണ് വേണ്ടത്. അത് ഉണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് മഹാദേവനാണ് ഒന്ന്. ഇനി രണ്ടാമത് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മാർക്കണ്ഡേയനെ മഹാദേവൻ ഇങ്ങോട്ട് വന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. മഹാദേവനെ പ്രാർത്ഥിക്കണില്ല മാർക്കണ്ഡേയൻ, ഒരു വരവും ആവശ്യപ്പെടണമില്ല. എന്നിട്ടും ജഗത പിതരവും വന്ദേ പാർവതി പരമേശ്വരവും, ജഗൽപിതാക്കളായ ആ അച്ഛനമ്മമാര് അവരിങ്ങോട്ട് വന്ന് മാർക്കണ്ഡേയനെ അനുഗ്രഹിക്കുകയാണ്, വേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുകയാണ്. ശ്രീമൽ ഭാഗവത ഗംഗ വേറൊരു മാഹാത്മ്യം എന്താ? സാക്ഷാൽ ഗംഗയിൽ സ്നാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോകണം. ഇതാണ് ഭഗവാൻ കൃഷ്ണാവതാരം കൊണ്ട് എല്ലാ അവതാരങ്ങളെ കൊണ്ടും നമ്മളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നത്. അത് സ്തുതിയിൽ പറയുന്നുണ്ട്. ഗംഗയിൽ സ്നാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പോകണം, അല്ലേ ഹരിദ്വാറിൽ പോകണം. എല്ലാവർക്കും അത് സാധിച്ചോളണം എന്നില്ല. കഥാഗംഗയിൽ സ്നാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് പ്രായത്തിലുള്ളവർക്കും അതിന് ഒരു കോവിഡും ബാധകമല്ല. അവരവർ ഇരിക്കണയിടത്തുനിന്ന് ഭഗവാന്റെ കഥാഗംഗയിൽ എന്നും സ്നാനം ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് അവിടെ പ്രായവ്യത്യാസമില്ല, ദേശവ്യത്യാസമില്ല, കാലവ്യത്യാസമില്ല. ഈ കഥാഗംഗയിൽ എപ്പോഴും എല്ലാവർക്കും സ്നാനം ചെയ്യാം. അങ്ങനെയുള്ളതാ ഈ കഥാഗംഗയിൽ ഒന്ന് മുങ്ങാനുള്ള ഒരവസരം. ഗംഗാ സ്നാനത്തിന് പോയവരൊക്കെ പ്രധാനമായിട്ട് അവിടെ ഒരു വഴിപാട് ചെയ്യണത് കാണാറുണ്ട്. എന്താ അത്? അവിടെ അവർ ധാരാളം ഇങ്ങനെ വിൽക്കാൻ കൊണ്ട് നടക്കും ചെറിയൊരു ചെരാത്. ആ ചെരാതിൽ ഒരു തിരി, കുറച്ച് പൂക്കളും, ആ പൂക്കള് ആ ചെരാത് കത്തിച്ച് ആ ദീപം ഗംഗയിൽ ഒഴുക്കുക. അതൊരു പ്രധാന വഴിപാടാണ്. ഹരിദ്വാറിൽ പോയാൽ നമ്മളിതാ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ കഥാഗംഗയിൽ നമ്മളുടെ 2 വാക്കാകുന്ന അല്പം വാക്കുകൾ, അല്പം അക്ഷരങ്ങൾ ആകുന്നതായിട്ടുള്ള ഈ പൂക്കൾ, നമ്മളുടെ ഹൃദയമാകുന്ന, നമ്മളുടെ സ്നേഹമാകുന്ന ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ ഭക്തിയാകുന്ന ഭക്തിദീപം അതേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. എങ്ങനെയാ ഈ ഗംഗയിൽ സ്നാനം ചെയ്യേണ്ടത്? ഭഗവത് കഥാഗംഗയിൽ സ്നാനം ചെയ്യണ അത്ഭുതമാണ്. അതിൻ്റെ വിവിധ രീതികളാണ് ഇതുവരെ പറഞ്ഞത്. അങ്ങനെയുള്ള അത്രയും മാഹാത്മ്യത്തോട് കൂടിയതായ ഈ കഥാഗംഗയ്ക്ക് വാക്കുകളാകുന്ന പൂക്കൾ, പ്രേമഭക്തിയാകുന്ന ദീപം സമർപ്പിച്ചുകൊണ്ട് ഇതിലൊരവസരം തന്ന സജ്ജനങ്ങളെ, ശ്രീ ഗുരുവായൂരപ്പനെ, ദക്ഷിണാമൂർത്തിയെ ഒക്കെ നമസ്കരിച്ചും കൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം
ഗോവിന്ദ ഗോവിന്ദ. ഭക്തി ഗ്രന്ഥമാണ് എന്നാണ് സജ്ജനങ്ങൾ ലോകത്ത് ഉദ്ഘോഷിക്കുന്നത്. ഈ ഭക്തിയെ മനുഷ്യ ജീവിതത്തിലുള്ള അനുഭവങ്ങളിലൂടെ ഏറ്റവും സാർത്ഥകമാക്കുക, അതാണ് ഭാഗവതത്തിൻ്റെ ലക്ഷണം. ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭക്തി, പ്രേമഭക്തി, ഭാഗവതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രതി എന്നു പേരുള്ള പ്രേമഭക്തി, അതെല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ് എന്ന് ശാസ്ത്രീയമായി സമർത്ഥിക്കുന്നു ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗ, കലികാലത്ത് ഇതുപോലൊരു ശാസ്ത്രം ഇനിയില്ല. അത് ഭാഗവതത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് വേഗം മനസ്സിലാക്കാം. ആ ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യമായിട്ട് എന്താ പറയണത്? രതി, ഭഗവാനിൽ രതി. ഭഗവാനിലുണ്ടാകുന്ന ആ രതിക്ക് 9 ഘട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് ശാസ്ത്രജ്ഞന്മാരായ, ഭക്തിശാസ്ത്രജ്ഞന്മാരായ ശ്രീശുകാദികൾ, നാരദാദികൾ, മാർക്കണ്ഡേയനെ പോലെയുള്ള ഭക്തന്മാർ, മഹാദേവനെ പോലെയുള്ള ഈശ്വരന്മാർ, പരമേശ്വരന്മാർ നമ്മളോട് പറഞ്ഞു തരണത്. സിഡാലാക്ട് ആർദ്രലേപം. ആദ്യം ആയുർവേദം, പിന്നെയാണ് മറ്റുള്ള ചികിത്സ എന്ന് നിങ്ങൾ കേട്ടിട്ട് കാണും. പക്ഷേ ആയുർവേദം കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ എളുപ്പമല്ല. കാരണം എന്താ വെച്ചാൽ ഓഫീസിലേക്ക് പോകുന്ന ഒരാൾ കുഴമ്പ് തേച്ച് 2-3 മണിക്കൂറോളം ഇരുന്ന് കുളിച്ച് പോകണമെന്ന് പറയുന്നത് സാധിക്കാത്ത കാര്യമാണ്. പക്ഷേ ഈ മരുന്നിനൊരു പ്രത്യേകത, നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം ഈ ലോഷനുകളൊക്കെ പുരട്ടിയാൽ മതി. അതൊരു 5 മിനിറ്റ് കൊണ്ട് വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ് ചെയ്തിട്ട് നമുക്ക് ഓഫീസിൽ പോവാം. ഇനി ഓഫീസിൽ വെച്ചു ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള മരുന്നുകളാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. ഇത് 100% പ്രകൃതിദത്തമാണ്. സിഡാലാക്ട് എണ്ണയില്ലാതെ സശ്രദ്ധം തയ്യാർ ചെയ്ത സുഗന്ധവാഹിനിയാണ് സിഡാലാക്ട് ആർദ്രലേപം. സിഡാലാക്ട് അനന്തലോകങ്ങൾ വായിൽ തുറന്ന കണ്ണന്റെ ദിവ്യലീല സ്മരണയിൽ വൃന്ദാവനത്തിൽ ലഭിക്കുന്ന വിശുദ്ധ പ്രസാദം പൂജകൾ നടത്തി വൃന്ദാവനം കാണാനാകാത്ത ഭക്തർക്കായി കൊറിയർ വഴി വീട്ടിലെത്തിക്കുന്നു. കണ്ണന്റെ ലീല കൈകളിലെത്തുന്ന അനുഭവം വിശ്വാസത്തോടെ സ്വീകരിക്കൂ. വൃന്ദാവന പ്രസാദം തലമുറകൾക്ക് പ്രകാശമായി നിങ്ങളുടെ പൂജാമുറിക്കുള്ളിൽ. സിഡാലാക്ട് എണ്ണയില്ലാതെ സശ്രദ്ധം തയ്യാർ ചെയ്ത സുഗന്ധവാഹിനിയാണ് സിഡാലാക്ട് ആർദ്രലേപം. സിഡാലാക്ട്. വൃന്ദാവനത്തിലേക്ക് യാത്ര പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ക്യാപ്പ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഒരു ഷോളൊക്കെ കൊടുക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുരങ്ങത് അത്രയും പെട്ടെന്ന് തന്നെ തട്ടിപ്പറിക്കും. അപ്പോൾ പിന്നെ ഇവരെ നമുക്ക് കാണാൻ കഴിയില്ല. ഇവർ കൂട്ടം തെറ്റിപ്പോയാൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് വേണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു കോല് നമ്മുടെ മനസ്സിൽ വന്നത്. ഡാൻസ് ടീച്ചേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ കോല് എനിക്ക് നിങ്ങൾക്ക് സംഘടിപ്പിച്ചു തരാൻ സാധിക്കും. ബാലഗോകുലൻ ടീമും ഈ കോല് അവരും വാങ്ങുകയാണെങ്കിൽ ഭാഗവത ഗംഗയ്ക്ക് ഒഴുകാനായിട്ട് വളരെ എളുപ്പം സാധിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ കോല് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ചെറിയ കാശ് കൊണ്ടായാലും നമുക്ക് ഭാഗവത ഗംഗയെ കൊണ്ടുപോകാൻ സാധിക്കും. സിഡാലാക്ട് നിങ്ങളുടെ ത്വക്കിന്റെ പോഷണത്തിനു വേണം സിഡാലാക്ട് ആർദ്രലേപം. സിഡാലാക്ട്. ഗോവ എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അടിച്ചുപൊളിയുടെ സ്ഥലമെന്നാണ്. അതൊക്കെ തന്നെ ശരിയാണ്. പക്ഷെ അവിടെയുള്ള അമ്പലങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയധികം അമ്പലങ്ങളുണ്ട്. അത് വളരെ വിഷമാണ് അവരുടെ കാര്യങ്ങൾ. 1961 മുൻപ് പോർച്ചുഗീസുകാർ വരികയും ആ അമ്പലം മുഴുവൻ തല്ലി തകർക്കുകയും ചെയ്തു. അവരോട് ഒന്നുകിൽ പോർച്ചുഗീസുകാരോടൊപ്പം കൂടാൻ പറഞ്ഞു, അല്ലെങ്കിൽ നാടുവിടാൻ പറഞ്ഞു. അങ്ങനെ നാടുവിട്ടുപോയ ഒരു ജനതയാണ് കൂടുതലും നമ്മുടെ എറണാകുളം ഭാഗത്തുള്ള കൊങ്ങിണികൾ. പക്ഷേ 1961 ഗോവ ഒരു സ്റ്റേറ്റായി ഡെവലപ്പ് ചെയ്യുകയും അവരുടെ മുഖ്യമന്ത്രി ആ അമ്പലങ്ങളെല്ലാം പണിതു. അതൊരു പോർച്ചുഗീസ് മാതൃകയിലുള്ള അമ്പലങ്ങളാണ്. കാണാൻ നല്ല കൗതുകരമാണ്. ഈ യാത്രയിൽ നമ്മൾ അതെല്ലാം കാണും. ഒപ്പം തന്നെ മഹാദേവൻ്റെ ഒരു ടെമ്പിളുണ്ട് അവിടെ. അത് ഏകദേശം 700 വർഷം പഴക്കം കാണിക്കുന്നുണ്ട്. അതിന് കേടുപാടുകളൊന്നും ഉണ്ടായിട്ടില്ല. അവിടേക്കും നമ്മൾ പോകും. ഉച്ചതിരിഞ്ഞ് നമ്മൾ എല്ലാ ബീച്ചുകളും കാണും. അപ്പോൾ ഈ വരുന്ന അവധിക്കാല ദിനങ്ങളിൽ നമുക്ക് ഗോവയിൽ ഒന്നിച്ച് ഉല്ലസിക്കാമെന്ന് വിചാരിച്ച് കാണിക്കുന്ന പരസ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളതിലേക്ക് വരണം.